ചെയ്തത് ഗ്രീൻസ് തിയർ ആയിരുന്നു അല്ലേ. ഗ്രീൻസ് തിയറത്തിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു, അത് വെരിഫൈ ചെയ്യാനായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് F is equal to -6y plus sin x square I plus 4e raised to y plus 3x square j along a simple closed curve C, which is the boundary of the region enclosed by the circle x square plus y square equal to 1 and the lines y equal to -x and y equal to x above the x-axis in the counter clockwise direction. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഫോഴ്സ് തന്നിട്ടുണ്ട്, നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ അറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡോട്ട് ഡി ആർ ആണ് അല്ലേ. ഇൻറ്റഗ്രലിൻ്റെ കേസിൽ പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു -6y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഐ പ്ലസ് 4e raised to y plus 3x square ചെയ്യാം അല്ലേ. പിന്നെ നമുക്ക് റീജിയൻ തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇസ് എ ബൗണ്ടറി ഓഫ് ദ റീജിയൻ enclosed by the circle x square plus y square equal to 1. x square plus y square equal to 1 എന്നുള്ള സർക്കിളും അതുപോലെ തന്നെ y equal to -x, y equal to x ഈ ലൈനുകളും അത് എവിടെയാണ്? അതിൻ്റെ റീജിയൻ എബവ് ദ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന്റെ മുകളിലാണ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് റീജിയൻ ആർ എന്നുള്ള റീജിയൻ എങ്ങനെ പറയാം? R denote the region enclosed by the circle x square plus y square equal to 1 and the lines y equal to -x and y equal to x അല്ലേ, ആൻഡ് above the x axis. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് ഒരു സർക്കിൾ x square plus y square equal to 1, സപ്പോസ് ഇതാണ് 1 എന്നുണ്ടെങ്കിൽ x square plus y square equal to 1 ഉള്ള ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. ആ സർക്കിള് അതുപോലെ തന്നെ എന്തൊക്കെയാണ് വരുന്നത്? y equal to -x and y equal to x. y equal to x എന്നുള്ള ഗ്രാഫ് ലൈൻ എങ്ങനെ വരിക? y equal to x എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പോകും അല്ലേ. y equal to x എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പോകും. അതുപോലെ തന്നെ ഇതാണ് y equal to x, ഇത് x square plus y square equal to 1 and y equal to -x എന്ന് പറഞ്ഞാലോ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, y equal to -x എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് above the x axis എന്ന് പറഞ്ഞിട്ടില്ല, x ആക്സിസിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് റീജിയനും, അതായത് ഈ ഒരു സർക്കിളും അതുപോലെ തന്നെ രണ്ട് ലൈനുകളും എബവ് ദ എക്സ് ആക്സിസ്, ഈ ഒരു കണ്ടീഷൻ വരുന്ന റീജിയൻ ഏതായിരിക്കും? ഇത്രയും പോർഷൻ അല്ലേ വരിക. ഇവിടെയാണ് സർക്കിളിന്റെ ഒരു ഭാഗം വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ലൈനുകളും അല്ലേ, ഈ ഒരു രണ്ട് ലൈനും ഇപ്പുറം കടന്നാൽ ലൈൻ ഇല്ല, ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു റീജിയൻ, ഇതാണ് ആർ എന്നുള്ള റീജിയൻ വരുന്നത്. നമുക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് ഡയറക്ഷൻ അല്ലേ. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിലാണ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് റീജിയന്റെ ഇത് സർക്കിൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ സർക്കിൾ ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ അല്ലേ. അതുപോലെ തന്നെ y equal to ഇതിനും എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. എഫ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു -6y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഐ പ്ലസ് 4e raised to y plus 3x square j അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് പി എന്ത് എഴുതാം? പി ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജി ആണ്. അപ്പോൾ പി എന്താ വരിക? -6y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ എന്താ വരിക? 4e raised to y plus 3x square. അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വർക്ക് ഡൺ അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? -6y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഡി വൈ ആണ് ഇത് വരുന്നത് ഡി ആർ അല്ലേ. അപ്പൊ നമുക്ക് പ്ലസ് അടുത്തത് വരും ക്യൂ എന്ന് പറഞ്ഞാൽ 4e raised to y plus 3x square dy വരും. അപ്പൊ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രീൻസ് തിയർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഗ്രീൻസ് തിയർ അപ്ലൈ ചെയ്യാം അല്ലേ. കാരണം എന്താണ്? ഇവിടെ നമ്മുടെ ഈ റീജിയനിൽ എന്താണ് നമുക്ക് ഗ്രീൻസ് തിയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് എന്തായിരുന്നു? പിയും ക്യൂവും അതുപോലെ തന്നെ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം ആ റീജിയനിൽ എന്നാണ് അല്ലേ. അപ്പൊ ഇവിടെ പി ക്യൂ ആൻഡ് ആർ എന്നുള്ള ഈ റീജിയനിൽ എന്തായിരിക്കും? എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. പിയും ക്യൂവും കണ്ടിന്യൂസ് ആണ്. പിയും ക്യൂവും ഈ റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഡെറിവേറ്റീവ് കൊടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രീൻസ് തിയർ അപ്ലൈ ചെയ്യാം. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ഈ ഒരു സിംഗിൾ ഇന്റഗ്രേഷനെ നമുക്ക് അതിന്റെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ വരും? ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു പറഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ അല്ലേ. ഇതായിരുന്നു നമുക്ക് ഇതിന് പകരം ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇതിന്ന് ഡോ ക്യൂ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ. ക്യൂ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ 4e⁻y+3x² ആണ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ത് വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എക്സ് ഇല്ല, അപ്പോൾ അത് 0 ആയി പോകും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എക്സ് ഉണ്ട്, അപ്പോൾ എന്ത് വരും? 3 × x² എന്താ വരിക? 2x. അപ്പോൾ 6x എന്ന് വരും. അപ്പോൾ 6x ആണ് എന്ത് വരുന്നത്? ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്താ വരുന്നത്? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? -6 ഉള്ള വരും അല്ലേ. ഇവിടെ ഇല്ല, അപ്പോൾ -6 ആയിരുന്നു. -6 ഡോ -6 അല്ലേ. 6x മൈനസ് വീണ്ടും ഇവിടെ -6 ഉണ്ടായിരിക്കും, അപ്പോൾ -6 ഡി എ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 6x + 6 ഡി എ. അപ്പോൾ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇനി ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം അല്ലേ. പക്ഷെ ഒന്നും കൂടെ ഈസി ഏതായിരിക്കും? പോളാർ ഫോമിൽ ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ അപ്പോൾ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. റീജിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ. അതായത് ഇങ്ങനെ ഒരു പോർഷൻ ആൻഡ് ഇങ്ങനെയായിരുന്നു റീജിയൻ വന്നിരുന്നത്. ഇതായിരുന്നു റീജിയൻ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമ്മളൊരു ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഏതാണ് എൻട്രി ചെയ്യുന്നത്, ഇതാണോ ഇതാണോ അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിത് പോളാർ കോർഡിനേറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ വരെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 6x + 6 ഡി എ അല്ലേ. അപ്പോൾ ഇവിടെ സാധാരണ റെക്റ്റാങ്കുലർ സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് കണ്ടാൽ മതി? പോളാർ കോർഡിനേറ്റ്സിൽ കണ്ടാൽ മതി അല്ലേ. പോളാർ കോർഡിനേറ്റ്സിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നു നമുക്ക് വന്നിരുന്നത് പിക്ചർ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്ന് r ഈക്വൽ ടു ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ റേ വരച്ചാൽ r ഈക്വൽ ടു 0യിലൂടെയാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ r ഈക്വൽ ടു 0 to 1 വരെയാണ് അല്ലേ. 1 ആണ്, r ഈക്വൽ ടു 1 ആണ്. ഇത് x² + y² ഈക്വൽ ടു r² എന്നുള്ള ഒരു ഗ്രാഫാണ്, ഒരു സർക്കിളാണ്. ആ r എന്താണ്? അവിടെ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് r ഈക്വൽ ടു 1 ആണ് കേട്ടോ. അപ്പോൾ r-ന്റെ ലിമിറ്റ് എവിടെ നിന്നാണ് കിട്ടി? 0 ≤ r ≤ 1. ആൻഡ് തീറ്റയോ? തീറ്റ നോക്കൂ, ഇവിടെ നിന്നാണ് തീറ്റ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. തീറ്റ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് നമ്മൾ റീജിയനിൽ എവിടെയാണ് വരുന്നത്? റീജിയനിൽ ഫസ്റ്റ് വരുന്നത് ഇത് π/4 ആണ് അല്ലേ. ഇത് 90 ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം പകുതിയായിട്ടാണ്. അപ്പോൾ ഇത് π/4 ആണ് തീറ്റ. പിന്നെ ഇവിടെയോ? ഇവിടെ എങ്ങനെയാണ്? 0 then π/2 π 3π/2 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇതേതാ വരിക? ഈ ഒരു പോർഷനാണ്. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അല്ലേ. അതായത് 3π/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും തീറ്റ വാരീസ് ഫ്രം π/4 < θ < 3π/4. അപ്പം നമുക്ക് ഇൻറ്റഗ്രേഷൻ കാണാം അല്ലേ. ഇൻറ്റഗ്രൽ ഓവർ എങ്ങനെ എഴുതാം നമുക്ക്? 0π/4 to 3π/4 ഇൻറ്റഗ്രൽ 0 to 1. ഇവിടെ 6x + 6 അല്ലേ. ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? f(x, y) ആണ്. അത് f(x, y) ആണ് 6x + 6 എന്നുള്ളത്. അപ്പോൾ നമുക്ക് f(r(θ) ആണ് പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതും? f(r(θ) എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു എന്താണ് ഇവിടെ? r cos θ ആണ് വരിക. ആൻഡ് y ഈക്വൽ ടു r sin θ ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? r cos θ ആണ് കൊടുക്കണം. അപ്പോൾ അതവിടെ എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 6r cos θ + 6 ഡി എന്ന് പറഞ്ഞാൽ r dr dθ അല്ലേ. പോളാർ കോർഡിനേറ്റിലാകുമ്പോൾ ഒരു r കൂടെ എക്സ്ട്രാ വരുന്നു പറയുന്നു. അപ്പോൾ 6x എന്നുള്ളടത്ത് എന്ത് കൊടുത്തു? എക്സിന് നമ്മൾ r cos θ എന്നാണ് പോളാറിൽ കൊടുക്കൽ, വൈന് r sin θ എന്നും. അപ്പോൾ നമുക്ക് 6 × r cos θ + 6r dr dθ ആണ് എഴുതാം. ഈക്വൽ ടു എന്ത് ചെയ്യുക? ഇൻറ്റഗ്രൽ π/4 to 3π/4 ഇൻറ്റഗ്രൽ 0 to r. ആദ്യം നമുക്ക് ഈ ഒരു r ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും 6r² cos θ + 6r dr dθ എന്ന് വരും. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും 6r³ / 3 cos θ + 6r² / 2 എന്ന് കിട്ടും അല്ലേ. ഈക്വൽ ടു എന്താ എഴുതാം? ഇൻറ്റഗ്രൽ π/4 to 3π/4. അത് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുവരും? 6r³ / 3 cos θ പ്ലസ് ഇതെന്ത് വരും? 6r² / 2 എന്ന് വരും അല്ലേ. പ്ലസ് 6r² / 2 വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഈക്വൽ ടു ഇൻറ്റഗ്രൽ π/4 to 3π/4. ഇവിടെ എന്തുവരും? 2r³ അല്ലേ. 2r³ cos θ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആറിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ 2r³ എന്ന് പറഞ്ഞാൽ 2 × 1³ എന്ന് വരും. ഇത് വേണ്ടിയിട്ട് 2 വരും അല്ലേ. അപ്പോൾ നമുക്ക്
2 into 1 cube cos theta പ്ലസ് ഇവിടെ എന്ത് വരും 6/2 പറഞ്ഞാൽ 3 into r square എന്ന് പറഞ്ഞാൽ r ന് 1 എടുക്കുമ്പോൾ 3 എന്ന് വരും അല്ലേ പ്ലസ് 3 എന്ന് വരും. പിന്നെ മൈനസ് എന്തായിരിക്കും ലോവർ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ ഇനി എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 cos theta ഇൻറ്റഗ്രൽ എന്താ വരിക 2 sin theta അല്ലേ പ്ലസ് 3 എന്നുള്ളതിൻ്റെ എന്ത് വരും 3 theta എന്ന് വരും. ഇനി എന്ത് ചെയ്യാം നമുക്ക് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും ഈക്വൽ ടു ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും 2 into sin 3π/4 പ്ലസ് 3 into 3/4 എന്ന് വരും അല്ലേ മൈനസ് 2 sin π/4 പ്ലസ് 3 into π/4 എന്ന് വരും. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു പിന്നെ ദെൻ ലോവർ ലിമിറ്റ്. അപ്പോൾ ഈക്വൽ ടു ഇതിൽ രണ്ടിലും 2 കോമൺ ആയിട്ടുണ്ട് അല്ലേ അത് നമുക്ക് ഔട്ട് സൈഡ് എടുത്തിട്ട് എന്ത് എഴുതാം sin 3π/4 മൈനസ് sin π/4 എന്ന് എഴുതാം. ഓക്കെ പ്ലസ് അടുത്ത ടേം എന്തായിരുന്നു ഇതിൽ രണ്ടിലും 3 കോമൺ ആണ് 3 into 3π/4 മൈനസ് π/4 അല്ലേ ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതാം 2 into ഇവിടെ നോക്ക് sin 3π/4 അല്ലേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം sin 3π/4 എന്ന് പറഞ്ഞാൽ എന്താണ് sin π മൈനസ് π/4 ആണ് അല്ലേ sin എങ്ങനെ എഴുതാം sin π മൈനസ് π/4. ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് പൈ മൈനസ് 5/4 എന്താണ് sin π/4 എന്നല്ലേ വരിക. പിന്നെ അതൊക്കെ നമ്മൾ പ്ലസ് 2 പഠിച്ചതാണ്. നമ്മൾ ഇങ്ങനെ ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ഇതാണ് ഇവിടെയാണ് പൈ വരും അല്ലേ പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. അപ്പോൾ പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈനൊക്കെ എന്താണ് പോസിറ്റീവ് ആണ്. അപ്പോൾ പൈ മൈനസ് π/4 എന്താണ് പോസിറ്റീവ് ആണ് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം sin π മൈനസ് π/4 ആണ് 3π/4 വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം sin π/4 എഴുതാം. sin π/4 എന്താണ് വരുന്നത് 1/√2 ആണ് വരുന്നത്. ഓക്കെ മൈനസ് ഇതെന്താ വരുന്നത് 1 വീണ്ടും sin π/4 ആണ് അത് 1/√2 ആണ് പ്ലസ് ഈ ടേം എന്താ വരിക ഇവിടെ 3π/4 മൈനസ് π/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും 2π/4 എന്ന് വരും അല്ലേ 2π/4 എന്ന് പറഞ്ഞാൽ ഇതിന് എന്താ എഴുതാം പ്ലസ് 3 into 2π/4 എന്ന് എഴുതാം. അത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും /2 എന്ന് അല്ലേ 3π/2 എന്ന് വരും. അപ്പോൾ ഇതെന്താണ് 1/√2 മൈനസ് 1/√2 ആണ് അത് 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക 3π/2 എന്നാണ് ആൻസർ വരുന്നത്. 3π/2 എന്നുള്ളതാണ് വർക്ക് ഡൺ കിട്ടുന്നത്. നമ്മൾ ഗ്രീൻസ് തിയറം എന്താന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ആ റീജിയനിൽ ഒരു ഹോൾ വരും. സപ്പോസ് ഇതാണ് നമ്മുടെ റീജിയൻ R എന്നുണ്ടെങ്കിൽ ഇത് C1 ഉള്ള കർവും അതുപോലെ തന്നെ ഇത് C2 എന്നുള്ള മറ്റൊരു കർവുമാണ്. C1 C2 എന്താണ് ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ ഇതാണ് റീജിയൻ. ഓക്കെ ഇതാണ് റീജിയൻ വരുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് ഗ്രീൻസ് തിയറം ടു റീജിയൻ വിത്ത് ഹോൾ. ഇതൊരു ഹോളാണ് അല്ലേ അതായത് ഇവിടെ ഒരു ഹോള് വന്നിട്ട് ഇത്രയും പോർഷൻ റീജിയൻ അപ്പോൾ ആ നടുക്ക് ഒരു ഹോൾ ആയതുകൊണ്ട് ബാക്കി ഭാഗത്ത് എന്താണ് നമ്മുടെ റീജിയൻ വരികയാണ്. അത്തരത്തിലുള്ള കേസിൽ നമുക്ക് എങ്ങനെ ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു റീജിയൻ കാണാൻ കഴിയില്ലേ ഈ റീജിയൻ എന്താണ് R ബൗണ്ടഡ് ബൈ ദ കർവ് C that is consisting of a simple closed curve C1 and C2 അല്ലേ. അപ്പോൾ C എന്നുള്ള ഒരു കർവ് ഉണ്ട് അതെന്താണ് C1 യൂണിയൻ C2 ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് C1 ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും C2 എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റീജിയൻ ആറിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് റീജിയൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. R1 R2 എന്ന് പറഞ്ഞാൽ രണ്ട് റീജിയൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. R1 ഇതും R2 ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സപ്പോസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ R1ഉം ഈ ഒരു റീജിയൻ ഇത്രയും ഭാഗം എന്താക്കുക R1ഉം ഇത്രയും പോർഷൻ R2 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ അപ്പോൾ ഇതെന്തായിരിക്കും ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് C1 പോകുന്നത് അല്ലേ. അപ്പോൾ C1ന്റെ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നെക്സ്റ്റ് ഇങ്ങനെയായിരിക്കും. റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും ലെഫ്റ്റിലായിരിക്കും കേട്ടോ വരിക. ആന്റി ക്ലോക്ക് വൈസിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പോകുക. അപ്പോൾ എന്തായിരിക്കും റീജിയൻ ലെഫ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് റീജിയൻ വരുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്താൽ മതി. ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ Q ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ഇങ്ങനെയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 ആദ്യം എന്ത് ചെയ്യുക റീജിയൻ R1 ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക ദെൻ റീജിയൻ R2 ഡബിൾ ഇന്റഗ്രൽ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 ഡോ Q ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ പ്ലസ് ഇന്റഗ്രൽ
ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി. ഇതെന്താണ്? ഇത് നമുക്ക് ഗ്രീൻസ് തിയറം വെച്ചിട്ട് എന്ത് എഴുതാൻ? ഇൻറ്റഗ്രൽ ഓവർ C1 അല്ലേ? C1 ഉള്ള കാരണം ഇൻറ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈനെ നമ്മൾ ഒറ്റ ഒരു ഇൻറ്റഗ്രൽ ആയിട്ട് എഴുതിയത്. അപ്പോൾ ഇതിനെ രണ്ട് റീജിയൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഏതായിരിക്കും? C1-ൻ്റെതായിരിക്കും. C1 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 ക്ലോസ്ഡ് ആണ് കേട്ടോ, പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇൻറ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഈ കണ്ടീഷൻ ഇത് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോള്, ഉള്ളിലൊരു ഹോള് വരുന്ന കേസാണ് കേട്ടോ. അപ്പോൾ അതായത് ഈ ഉള്ളിൽ എന്താണ്? ആ റീജിയൻ ആ ഉൾഭാഗത്ത് വരില്ല, അത്രയും ഇതിൻ്റെ ഈ പുറത്തില്ലേ രണ്ട് കർവുകളുടെ ഇടയിലായിട്ടാണ് വരുന്നത്. ഇതാണ് C2 എന്നുള്ള കർവ്, ഇത് C1 എന്നുള്ള കർവാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് എന്ത് വരിക? നമുക്ക് റീജിയൻ കിട്ടുക. അത്തരത്തിൽ ആ റീജിയൻ വരുമ്പോൾ അവിടെ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ റീജിയൻ നമ്മൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇൻറ്റഗ്രൽ ഓവർ R1 ഉള്ള ഈ റീജിയനും അതിൻ്റെ ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ R2. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ദ ലൈൻ integral over c minus y by x square plus y square dx plus x by x square plus y square dy where c equal to c1 union c2 is the square with the vertices 2 minus 2 2 2 minus 2 2 minus 2 2 minus 2 in the counter clockwise direction and c2 is the circle x square plus y square equal to 1 in the clockwise direction. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം റീജിയൻ ഒന്ന് വരച്ച് നോക്കാം. സപ്പോസ് ഇങ്ങനെയാണ് റീജിയൻ വരുന്നത് അല്ലേ. 2 2 minus 2 2 minus 2. അപ്പോൾ നമുക്കൊരു ഒരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് 2 minus 2. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇത് ഏതാണ്? 2 2 ആൻഡ് ഇത് minus 2 2 minus 2 minus 2 then ഇതെന്താണ്? 2 minus 2 അല്ലേ. ഇതാണ് ഒരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പോകുന്നത് അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുപോലെ C2 is the circle x square plus y square equal to 1 in the clockwise direction. അപ്പോൾ ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ x square plus y square equal to 1 ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ആണ് എന്ത്? ഒരു സർക്കിൾ ആണ് എന്ത് അല്ലേ. അതായത് x square plus y square equal to 1 എന്നുള്ള സർക്കിൾ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് x square plus y square equal to 1. ഇതിന്റെ ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇത് ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് റീജിയൻ എവിടെയാണ് വരുന്നത്? C എന്ന് പറഞ്ഞാൽ C1 യൂണിയൻ C2 ആണ്. C1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് എഴുതാം? C1 എന്ന് പറഞ്ഞാൽ വയർ ആണെന്നും അതുപോലെ തന്നെ C2 എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവ് അല്ലെ, അതായത് ഈ ഒരു സർക്കിൾ ആണെന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടിന്റെ റീജിയൻ എവിടെ വരിക? ഇതായിരിക്കും റീജിയൻ. ഓക്കെ, ഇതാണ് റീജിയൻ R വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ P തന്നിട്ടുണ്ട്. എന്താണ് P എന്ന് പറഞ്ഞാൽ? പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. അപ്പൊ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ഓഫ് ഗ്രീൻസ് തിയറം ആണ് അല്ലേ, അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് P എന്താ വരുന്നത്? P is equal to minus y by x square plus y square. Then Q is equal to x by x square plus y square. Then നമുക്ക് ഡോ പി ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡോ ക്യൂ ബൈ ഡോ എക്സും കാൽക്കുലേറ്റ് ചെയ്യണം. അത് ചെയ്തതിനു ശേഷം ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ. ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊരു ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. അതായത് എന്താണ് വരുന്നത്? ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തൊരു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് -1. പിന്നെ എന്തൊരു മൈനസ് മൈനസ് ആയിരിക്കും അല്ലേ. മൈനസ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? -y. അപ്പോൾ അതുകൂടെ പ്ലസ് ആവും. y ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് 2y ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് അവിടെ എന്തുണ്ട്? 2y സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതാം? എക്സ് സ്ക്വയർ ഇവിടെ 2y സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ പി ബൈ ഡോ വൈ എന്ത് കിട്ടി? ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ കിട്ടും. ഇത്
ഇതുപോലെ തന്നെ നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സും കാണാം. ഡോ ക്യൂ ബൈ ഡോ എക്സും ചെയ്താൽ സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത്. ഈ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താ വരുന്നത്? ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു സെയിം തന്നെയാണ് വരുന്നത്. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതാണ് വരുന്നത്. നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും ഈക്വൽ ആണ് കിട്ടി അല്ലേ? അപ്പം ഇനി നമുക്ക് ഇതിൽ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ കഴിയുമോ? കാരണം എന്താണ്, ഇവിടെ ഗ്രീൻസ് തിയറത്തിൽ നമുക്ക് വേണ്ടത് പിയും ക്യൂവും അതുപോലെ തന്നെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ഓൺ റീജിയൻ ആർ ആയിരിക്കണം. നമുക്ക് കിട്ടിയിരുന്ന റീജിയൻ ഇവിടെ എവിടെയായിരുന്നു? ആ ഒരു സർക്കിളിൻ്റെയും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെയും ഇടയിലായിട്ടായിരുന്നു അല്ലേ? അവിടെ എന്താണ് എപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. കാരണം ഈ ഒരു പി എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്, ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എന്തായിരിക്കും? ആ ഒരു കംപ്ലീറ്റ് റീജിയനകത്ത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീൻസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. കാരണം എന്താണ്, ഇവിടെ ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആവുകൊണ്ട് നമുക്ക് ഇനി ഇതിനെ റീജിയൻ സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്തായാലും എന്തായിരിക്കും? ഈക്വൽ ടു